റെസിസ്റ്റൻസ് വേഴ്സസ് റെസിസ്റ്റിവിറ്റി. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റെസിസ്റ്റൻസ്? എല്ലാവർക്കും മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. രണ്ടും ഒന്നാണോ? അല്ല, രണ്ടും ഒന്നല്ല. രണ്ടിനും രണ്ടിൻ്റെതായ പ്രത്യേകതകളുണ്ട് അല്ലെ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഒപ്പോസിങ് ഫോഴ്സ് ആണ് അല്ലെ. ഒരു ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അതിന്റെ ഡെഫിനിഷൻ എന്താണ്? Ability of a wire to oppose the flow of electric current. In electronics, the definition of resistance ആണ് അല്ലെ. The ability of a wire to oppose the flow of electric current അല്ലെ. ഇനി അതിന്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്കറിയാം, ഓം എന്നാണ്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻസ് ഫോർ റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ അല്ലെ. അതിൽ ആ കാണുന്ന റോ ഉണ്ട് അല്ലെ. ആ റോ ആണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് എ ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ ആ ഒരു ഇക്വേഷൻ തന്നെ, അതായത് റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നാണ് അല്ലെ. അതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് അപ്പോൺ ദ റെസിസ്റ്റിവിറ്റി, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ, അതുപോലെ തന്നെ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലെങ്ത് ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏരിയ എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഇൻ ദ കേസ് ഓഫ് റെസിസ്റ്റൻസ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ലെങ്ത്തിൽ ചേഞ്ചസ് വരുമ്പോൾ റെസിസ്റ്റൻസ് മാറാം, ഏരിയയിൽ ചേഞ്ചസ് വരുമ്പോൾ റെസിസ്റ്റൻസ് മാറാം, അതുപോലെ റെസിസ്റ്റിവിറ്റി മാറുമോ? ഇല്ല. എന്താണ് കാരണം? ബിക്കോസ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ആണ്, അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ആണ്. ഓക്കെ, റെസിസ്റ്റിവിറ്റി ഈസ് ആൻ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ദാറ്റ് ടെൽസ് ഹൗ എ മെറ്റീരിയൽ സ്ട്രോങ്ലി ഒപ്പോസസ് ദ കറന്റ്. അതുപോലെ തന്നെ അത് എപ്പോ മാത്രമാണ് മാറുകയുള്ളൂ? റെസിസ്റ്റിവിറ്റി ചേഞ്ചസ് ഓൺലി വിത്ത് ദ ടൈപ്പ് ഓഫ് ദ മെറ്റീരിയൽ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ് അല്ലെ. റെസിസ്റ്റിവിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ ആണ്. സോ അപ്പൊ എന്താണ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി എന്താന്നുള്ള കാര്യത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വന്നോളൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.